നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സോഷ്യൽ ലോകത്ത് വ്യത്യസ്തമായ കണ്ടന്റുകളിലൂടെയും ഫാഷൻ, ട്രാവൽ, വ്ലോഗിംഗിലൂടെയുമെല്ലാം നിരവധി ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയവരാണ് നടൻ കൃഷ്ണകുമാറിന്റെ മക്കൾ. മൂത്ത മകളും നടിയുമായ അഹാന കൃഷ്ണ മുതൽ ഇളയ മകളായ ഹൻസിക കൃഷ്ണ വരെ സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ ലോകത്ത് മുഴുവൻ ചർച്ചയായി മാറുന്നത് അഹാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏറ്റവും ഒടുവിൽ സിന്ധു കൃഷ്ണയുടെ അമ്മയെ കുടുംബം നോക്കുന്നില്ല എന്ന പ്രശ്നമാണ് ചർച്ചയായി മാറിയിരിക്കുന്നത്. കുടുംബ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായത് കൃഷ്ണകുമാറിനും കുടുംബത്തിന് വലിയൊരു അടിയായിരുന്നു. അതിനാൽ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിരുന്നു കുടുംബാംഗങ്ങൾക്കെല്ലാം. ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് അഹാന കൃഷ്ണയായിരുന്നു. അമ്മൂമ്മയെ അടിക്കാൻ അഹാന ശ്രമിച്ചുവെന്നും മറ്റു കുട്ടികളെ സഹോദരിമാർക്കൊപ്പം ചേർന്ന് ബുള്ളി ചെയ്തുവെന്നുമുള്ള ആരോപണങ്ങളും നടിക്കെതിരെ ഉയർന്നിരുന്നു. ഇപ്പോഴിതാ ഈ ആരോപണങ്ങൾക്കെല്ലാം പുതിയ കുറിപ്പിലൂടെ അഹാന മറുപടി നൽകിയിരിക്കുകയാണ്. എല്ലാ ആരോപണങ്ങളെയും ഇല്ലാതാക്കാൻ പാകത്തിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് അഹാന പറഞ്ഞു. നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളിലൊന്ന് ഞാൻ എന്റെ മുത്തശ്ശിയെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന അവകാശവാദമായിരുന്നു. അത് പൂർണ്ണമായും അസത്യമാണ്. അവർ പരാമർശിക്കുന്ന സംഭവം എന്റെ മുത്തച്ഛൻ മരിച്ച് 2 മാസത്തിനു ശേഷം ഞങ്ങൾ അവസാനമായി കണ്ടുമുട്ടിയ ദിവസമാണ്. അന്ന് എന്റെ അമ്മയും സഹോദരിമാരും ഞങ്ങളുടെ അടുത്ത സുഹൃത്തും ഞാനും ചില കുടുംബകാര്യങ്ങൾ സംസാരിക്കുന്നതിനായി അമ്മൂമ്മയെ സന്ദർശിക്കുകയായിരുന്നു. അതിനു മുൻപ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത സംഭവങ്ങൾ നടന്നതായി അമ്മൂമ്മ പലവട്ടം പറഞ്ഞിട്ടുള്ളതിനാൽ അത്തരം ചില സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് ഞങ്ങളൊരു പതിവാക്കിയിരുന്നു. ആ ദിവസത്തെ കൂടിക്കാഴ്ചയുടെ മുഴുവൻ ദൃശ്യവും ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയ നിമിഷം മുതൽ തിരികെ മടങ്ങിയ നിമിഷം വരെ ആ റെക്കോർഡിംഗ് അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി കാണിച്ചു തരുന്നു. ഈ 2 പേരും ചേർന്ന് എനിക്കെതിരെ മറ്റ് നിരവധി ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അവയൊന്നും സത്യമല്ല. യഥാർത്ഥ സത്യം സന്ദേശങ്ങളിലും ശബ്ദ ദൃശ്യ റെക്കോർഡുകളിലും സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അത് തെളിയിക്കേണ്ട ദിവസം ഒരിക്കലെങ്കിലും വന്നാൽ അത് ചെയ്യാൻ ഞാൻ മടിക്കില്ല. എന്റെ ബന്ധു ഈ സംഭവങ്ങളൊന്നും പുറത്തുനിന്ന് കണ്ടുനിന്ന ഒരാളായിരുന്നില്ല. ഞങ്ങളോടൊപ്പം തന്നെയാണ് അവർ ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞത്. അമ്മൂമ്മയുമായുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കും നേരിടേണ്ടി വന്നിരുന്നു. ആ സാഹചര്യങ്ങൾ അവർക്കും അസഹനീയമായപ്പോൾ പിന്തുണയ്ക്കായി അവർ ഞങ്ങളെയാണ് സമീപിച്ചത്. ഒരു നിബന്ധനയും ഇല്ലാതെ ഞങ്ങൾ അവർക്കൊപ്പം നിന്നു. ആ സ്വകാര്യ സംഭാഷണങ്ങളുടെ എല്ലാം പശ്ചാത്തലം അതായിരുന്നു. എന്നിട്ടും മുഴുവൻ യാഥാർത്ഥ്യവും അറിഞ്ഞിരിക്കെ ഭർത്താവ് മരിച്ച ശേഷം ഒരു വയോധികയെ ഉപേക്ഷിച്ച കുടുംബമാണ് ഞങ്ങളെന്ന തരത്തിൽ ലോകത്തിനു മുന്നിൽ ഞങ്ങളെ ചിത്രീകരിക്കാനാണ് അവർ ശ്രമിച്ചത്. എനിക്കെതിരെ കെട്ടിച്ചമച്ച ഓരോ വ്യാജകഥയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ പൊളിച്ചെഴുതാൻ കഴിയുന്ന എണ്ണമറ്റ തെളിവുകളുണ്ട്. അവയെല്ലാം ഞാൻ പൊതുജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നാൽ ഇന്ന് പലരും പുലർത്തുന്ന അഭിപ്രായങ്ങളിൽ പലതും അതേ വേഗത്തിൽ മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വരെ എന്റെ അമ്മൂമ്മയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഞാൻ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമകളായിരുന്നു. ഒരു കൊച്ചുമകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം അവർക്കായി ചെയ്തതും ഞാനായിരുന്നു. ഇനി മുതൽ എന്റെ അമ്മൂമ്മയെ പരിചരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതോടെ ഈ അധ്യായം പൂർണ്ണമായും എന്നേക്കുമായി അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവസാനിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എന്നെക്കുറിച്ചുള്ള ഓരോ പുതിയ വിവാദവും ഏതാണ്ട് എല്ലാ ദിവസവും ഇന്റർനെറ്റ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. അവയിൽ ചിലത് അത്രയേറെ പരിഹാസ്യമായിരുന്നു. അവയ്ക്ക് മറുപടി നൽകുന്നത് പോലും അവയ്ക്ക് അർഹിക്കാത്ത പ്രാധാന്യം നൽകുന്നതിന് തുല്യമായിരിക്കും. മറ്റു ചിലത് ഞാനും എന്റെ സഹോദരിമാരും സ്കൂളിലും കോളേജിലും മറ്റുള്ളവരെ പീഡിപ്പിച്ചിരുന്നുവെന്ന രീതിയിൽ വീണ്ടും വീണ്ടും പ്രചരിപ്പിക്കുന്ന കഥകൾ പോലുള്ളവ ഒരു പൂർണ്ണമായ കെട്ടുകഥയെ എത്ര ആത്മവിശ്വാസത്തോടെ സത്യമായി അവതരിപ്പിക്കാനാകുമെന്ന് കാണിക്കുന്ന ഉദാഹരണങ്ങൾ മാത്രമാണ്. സത്യമറിയാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് സ്കൂളിലും പിന്നീട് ചെന്നൈയിലെ MOP വൈഷ്ണവ് കോളേജിലുമാണ് പഠിച്ചത്. ആ സ്ഥാപനങ്ങളിൽ പോകൂ, എന്നെ ഏറ്റവും നന്നായി അറിയുന്ന ആളുകളോട് സംസാരിക്കൂ, സ്വന്തമായി അന്വേഷിക്കൂ, വസ്തുതകൾ പരിശോധിക്കൂ. കേൾക്കാൻ കൗതുകകരമാണെന്ന കാരണത്താൽ മാത്രം പ്രചരിക്കുന്ന കഥകൾ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നതിന് മുൻപ് സത്യം സ്വയം കണ്ടെത്താൻ ശ്രമിക്കൂ എന്നും അഹാന പറഞ്ഞു. സൈബർ ബുള്ളിങ്ങിന് എതിരെ എപ്പോഴും പ്രതികരിക്കാറുള്ളവരാണ് അഹാന കൃഷ്ണയും കുടുംബവും. എന്നാൽ ദിയയും ഇഷാനിയും എല്ലാം കോളേജിൽ പഠിക്കുന്ന കാലത്ത് മറ്റ് വിദ്യാർത്ഥികളെ ബോഡി ഷെയ്മിങ്ങും ബുള്ളിങ്ങും ദയാദാക്ഷിണ്യമില്ലാതെ ചെയ്തിരുന്നു എന്നതായിരുന്നു ഉയർന്നു വന്ന ആരോപണങ്ങൾ. എന്നാൽ കോളേജ് ബസ്സിലെ സീറ്റിനെ ചൊല്ലി തന്നെ ദിയ ഒരുപാട് അപമാനിച്ചതായും താരപുത്രിയോടൊപ്പം കോളേജിൽ പഠിച്ചിട്ടുള്ള പെൺകുട്ടിയുടേതായി പുറത്തുവന്ന വോയിസ് ക്ലിപ്പുകളാണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായത്. ഡാനി സത്യൻ എന്ന യൂട്യൂബറുടെ ചാനലിലൂടെയായിരുന്നു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിരുന്നത്. കോളേജ് അധികൃതരോട് പരാതിപ്പെട്ടതിന് തന്റെ മുഖത്ത് നോക്കി ദിയയുടെ സഹോദരി അഹാന കൃഷ്ണ തെറി വിളിച്ചുവെന്നും പെൺകുട്ടി പറഞ്ഞിരുന്നു. വോയിസ് ക്ലിപ്പിൽ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയായിരുന്നു: എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിന്നെയൊക്കെ ആദ്യമേ പിടിച്ച് റാഗ്
റാഗ് ചെയ്യാത്തത് കൊണ്ടാണ് സീനിയേഴ്സിനോട് നിനക്കൊന്നും ബഹുമാനമില്ലാത്തത്. നിന്നെയൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ മിനിമം സ്റ്റാൻഡേർഡ് എങ്കിലും വേണം, അല്ലെങ്കിൽ മിനിമം ലുക്കെങ്കിലും വേണം. അതുപോലും ഇല്ലാത്തത് കൊണ്ടാണ് പിടിച്ച് റാഗ് ചെയ്യാത്തത്. കണ്ടാലേ അറിയാം വെറും പഴമാണ്, കിഴങ്ങി ലുക്കാണ്. ഇവരെ ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടുകാരും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തിനാണ് എന്റെ വീട്ടുകാരെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് എന്റെ വീട്ടുകാരെ അടക്കം അന്ന് തെറി പറഞ്ഞത്. ആ കോളേജ് ബസ്സിൽ മിനിമം ഒരു 30 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. അത്രയും പിള്ളേരുടെ മുന്നിൽ വെച്ചാണ് എന്നെ ഇത്തരത്തിൽ അപമാനിച്ചത്. കോളേജിലേക്ക് ബസ് എത്തുന്നത് വരെ പലതും ഇതുപോലെ തന്നെ എന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഞാനൊന്നും റിയാക്ട് ചെയ്യാൻ പോയില്ല, എന്നെ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. കോളേജ് എത്തുന്നത് വരെ. കോളേജിൽ ചെന്ന ശേഷം ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്തു. പ്രിൻസിപ്പലിന്റെ അടുത്തും പരാതിപ്പെട്ടു. പ്രിൻസിപ്പലിനോട് പരാതി പറഞ്ഞപ്പോൾ ദിയയുടെയും ഇഷാനിയുടെയും വീട്ടിലുള്ളവരെ വിളിപ്പിച്ചു. അഹാനയും അഹാനയുടെ അമ്മയും എല്ലാം കൂടിയാണ് വന്നത്. കോളേജിൽ വന്ന അഹാന പ്രായമായ വൈസ് പ്രിൻസിപ്പലിനോട് തട്ടിക്കയറി. സാറിനെ ചീത്ത പറയുകയും മര്യാദയില്ലാതെ പെരുമാറുകയും ചെയ്തു. ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ചെന്ന് വിളിച്ചിട്ടാണ് അഹാന ഇറങ്ങിപ്പോയത്. സൈബർ ബുള്ളിംഗ് തെറ്റാണെന്ന് പറഞ്ഞ് വീഡിയോയും പോസ്റ്റും ഇടുന്ന അഹാനയ്ക്ക് ഒരാളെ നേരിട്ട് അപമാനിക്കുന്നതും തെറി വിളിക്കുന്നതും അവരുടെ വീട്ടുകാരെ പറയുന്നതും തെറ്റാണെന്ന് അറിയില്ലേ? ബസ് സ്റ്റോപ്പിൽ നിന്നും കയറി കോളേജ് എത്തുന്നതുവരെ ദിയ എന്നെ പലതും പറഞ്ഞ് അപമാനിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്റെ ഫോട്ടോ എന്റെ അനുവാദമില്ലാതെ എടുക്കാൻ വരെ തുടങ്ങി. അവളുടെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലിടണം, എന്തോ വലിയ ആളാണെന്നാണ് അവളുടെ വിചാരം എന്നൊക്കെയാണ് ദിയ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം സ്വന്തം സഹോദരിമാരെയാണ് അഹാന മര്യാദ പഠിപ്പിക്കേണ്ടത്, ഒപ്പം സ്വയവും അല്പം മര്യാദ പഠിക്കണം എന്നും പെൺകുട്ടി പറയുന്നു. പെൺകുട്ടി പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമല്ല. പക്ഷേ വോയിസ് ക്ലിപ്പിന് താഴെ ദിയയുടെ ജൂനിയറായി പഠിച്ചവരിൽ പലരും പെൺകുട്ടി പറയുന്നത് സത്യമാണെന്ന് കുറിച്ചെത്തി. ദിയയും ഇഷാനിയും എല്ലാം തിരുവനന്തപുരത്താണ് ഉപരിപഠനം നടത്തിയത്. ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ദിയ കണ്ടന്റ് ക്രിയേഷനിലേക്കും ബിസിനസ്സിലേക്കും ഇറങ്ങി. ഇഷാനിയും ഇപ്പോൾ ഫുൾ ടൈം കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അഹാന ഉപരിപഠനം നടത്തിയത് ചെന്നൈയിലായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഒരു അമ്മു വേണം എന്നത് തങ്ങൾ ആരും പറഞ്ഞ ഡയലോഗ് അല്ല എന്നാണ് കഴിഞ്ഞ ദിവസം നടക്കുന്ന വിവാദങ്ങളിൽ പ്രതികരിച്ച് സംസാരിക്കവേ സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.